സമത്വം എന്ന ആശയമാണ് ഓണം എന്ന സങ്കല്പത്തെ മനോഹരമാക്കുന്നത്. പക്ഷെ ലോകത്ത് അസമത്വം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സമത്വം എന്ന ആശയത്തെ ഓർക്കുന്നതും അതിനുവേണ്ടിയുള്ള ചെറുത്തുനിൽപ്പും ഒക്കെ ഒരു വലിയ സമരം തന്നെയാണ്. യഥാർത്ഥത്തിൽ അത്തരം ഒരു ചെറുത്തുനിൽപ്പ് കൂടി നടത്തുന്ന നമ്മുടെ വ്യവസായ മന്ത്രി പി രാജീവാണ് നമുക്കൊപ്പം ഓണവിശേഷങ്ങൾ പങ്കുചേരാനായി ചേരുന്നത്. ഇത് കളമശ്ശേരി മണ്ഡലം സ്വാഭാവികമായും കേരളീയർ ഓർക്കുന്നത് വ്യവസായത്തിന്റെ പേരിലാണ്. ഇവിടുത്തെ MLA വ്യവസായ മന്ത്രിയാണ്. ഏലൂരൊക്കെ കൃഷിയൊക്കെ നശിച്ചു പോകുന്ന ഒരു കാലത്ത് കേരളത്തിലെ വലിയ വ്യവസായ മാലിന്യത്തിന്റെ ഒക്കെ സ്ഥലമായിരുന്നു. പക്ഷെ ഇവിടെ വരുമ്പോൾ ഇവിടെ നടത്തുന്നത് ഒരു കാർഷികോത്സവമാണ് വ്യവസായ മന്ത്രി. എന്താണ് അങ്ങനെ ഒരു? ഈ കളമശ്ശേരി മണ്ഡലം പൊതുവെ വ്യവസായ മണ്ഡലമാണെന്നാണ് അറിയപ്പെടുന്നത്. ശരിക്കും ഒരു വ്യവസായ തലസ്ഥാനമാണ് കളമശ്ശേരി, കേരളത്തിന്റെ തന്നെ. എന്നാൽ ഈ മണ്ഡലത്തിന്റെ ഒരു ഭാഗം കുന്നുകര, കരുമാലൂർ, ആലങ്ങാട് എന്ന് പറഞ്ഞ കാർഷിക സമൃദ്ധിയുടെ പ്രധാനമായിട്ടും കാർഷിക വൃത്തിയാണ്. അപ്പോൾ അതുകൂടി കണക്കിലെടുത്തും പിന്നെ നഗരങ്ങളിലും എങ്ങനെ നമുക്ക് കൃഷി ശക്തിപ്പെടുത്താം, കർഷകൻ എങ്ങനെ വരുമാനം ഉണ്ടാക്കാം, അതെല്ലാം കാഴ്ചപ്പാടിലാണ് നമ്മുടെ ഒപ്പം ഇതിന്റെ ഭാഗമായിട്ട് കൃഷിക്കൊപ്പം എന്ന ഈ പരിപാടി ആരംഭിച്ചത്. ഇപ്പോൾ നല്ല ജനപങ്കാളിത്തം വന്നു, നല്ല മാറ്റമുണ്ടായി. 3 വർഷമായിട്ട് തുടർച്ചയായിട്ട് കാർഷികോത്സവം നടക്കുന്നുണ്ട്. അപ്പോൾ കളമശ്ശേരിയുടെ ഒരു താഴെത്തട്ടിലുള്ള ജനവിഭാഗങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താനുള്ള വലിയൊരു പദ്ധതിയായിട്ടാണ് ഇപ്പോൾ നമ്മളുടെ ഈ കൃഷിക്കൊപ്പം കളമശ്ശേരി മാറിക്കഴിഞ്ഞിട്ടുള്ളത്. ഈ മന്ത്രിയുടെ കൂടി വ്യക്തിപരമായ ഒരു കാർഷിക താല്പര്യവും കൂടി ഉണ്ടോ? ഈ വ്യവസായ മന്ത്രി ആയിരിക്കും സാധാരണ ഇതിൽ എല്ലാവരും നടത്തുന്നത് വ്യവസായ സെമിനാറുകളോ അല്ലെങ്കിൽ വ്യവസായ ഉത്സവങ്ങളോ ഒക്കെയാണ് നടത്തേണ്ടത്. പക്ഷേ നടത്തുന്ന ഇവിടെ 3 വർഷമായിട്ട് ഏറ്റവും വലിയ കളമശ്ശേരി ഉത്സവം ഒപ്പം കളമശ്ശേരി എന്ന് പറഞ്ഞ് നടത്തുന്നത് കൃഷിയാണ്. ആ ഒരു താല്പര്യത്തിന് എന്താണ്? അത് പ്രധാനമായിട്ടും ഇതിന്റെ അവസാനം വരുന്നത് വ്യവസായമാണ്. കർഷകനെ സംബന്ധിച്ച് ഇപ്പോൾ ചക്ക ഉണ്ടാകുന്നു, അല്ലെങ്കിൽ കപ്പ ഉണ്ടാകുന്നു, കായ ഉണ്ടാകുന്നു, നെല്ലുണ്ടാകുന്നു. ഇത് കർഷകന്റെ ഉൽപ്പന്നമാണ്. വ്യവസായത്തിന് അത് അസംസ്കൃത വസ്തുവാണ്. നമ്മൾ കർഷകന് വരുമാനം ഉണ്ടാകണമെങ്കിൽ ഇപ്പം നമ്മൾ മന്ത്രി പറഞ്ഞു അല്ലെങ്കിൽ ഗവൺമെന്റ് പറഞ്ഞു ഒരു തവണ കൃഷി ഇറക്കും, ലാഭം കിട്ടിയാലേ കർഷകൻ പിന്നെ അതിനകത്ത് വീണ്ടും വരുള്ളൂ. അതിന് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വേണം. അപ്പോൾ കേരളത്തിൽ ഇപ്പോൾ ഒരു 10-50,000 കോടി രൂപയുടെ ചക്ക നശിച്ചു പോകുന്നുണ്ടെന്നാണ് മൊത്തം വരുന്നതിന്റെ മൊത്തം ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ ഒരു 10-20% നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ അതെങ്ങനെ നമുക്ക് വാല്യൂ അഡീഷനിലേക്ക് എത്തിക്കാം, മറ്റു പ്രൊഡക്റ്റുകൾ എങ്ങനെ വാല്യൂ അഡീഷനിലേക്ക് എത്തിക്കാം. വ്യവസായം തന്നെയാണ് യഥാർത്ഥത്തിൽ ഇതിലേക്ക് അങ്ങ് പോകുന്നത്. തുടക്കം കൃഷിയിൽ നിന്ന് വ്യവസായത്തിലേക്ക്. ഇതാണ് ഈ കാഴ്ചപ്പാട്. കൃഷിയുടെ ഒരു പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ കൃഷി ഇപ്പം എല്ലാവരും കൃഷിയിലേക്ക് എന്ന സർക്കാരിൻ്റെ ഒരു ക്യാമ്പയിൻ ഉണ്ട്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇത് നമ്മൾ വരുന്നത്. പക്ഷെ കൃഷി വകുപ്പിന്റെ മാത്രമാണ് എന്നൊരു കാഴ്ചപ്പാടിലായിരിക്കും പൊതുവെ പോവുക. യഥാർത്ഥത്തിൽ ഏകോപനമില്ലാതെ ഇരിക്കുമ്പോഴാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. കൃഷിക്കൊപ്പം കളമശ്ശേരിയുടെ പ്രത്യേകത ആദ്യം മണ്ണ് വേണം. അതിന് മണ്ണ് സംരക്ഷണവുമായി ബന്ധപ്പെട്ട വകുപ്പുണ്ട്. പിന്നെ വെള്ളം വേണം. ഇറിഗേഷന്റെ മേജർ, മൈനർ, പെരിയാർ വാരി, ഇത് 3ഉം തമ്മിൽ തർക്കങ്ങൾ വരെ ഉണ്ടാവും. ഈ 3 വകുപ്പുകൾ ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ നല്ല വിത്ത് ഉണ്ടാകണം, അല്ലെങ്കിൽ തൈ ഉണ്ടാകണം. അതിന് VFCK, KVK, യൂണിവേഴ്സിറ്റി ഇവരുടെ പിന്തുണയുണ്ട്. പിന്നെ നേരെ കൃഷി വകുപ്പിന്റെ മറ്റ് സഹായങ്ങൾ പിന്തുണ വരും. പക്ഷേ പിന്നീട് ടെക്നോളജി വേണം. അപ്പോൾ നമ്മൾ DTS ഉൾപ്പെടെ പലരുടെയും പിന്തുണ തേടിയിരുന്നു. ഇപ്പോൾ ഡ്രോൺ സംവിധാനങ്ങൾ എല്ലാം ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് ഇതിന് ആവശ്യമായ തൊഴിൽ ശക്തി ഉണ്ടാകണം. അത് തൊഴിലുറപ്പ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമ്മൾ ലേബർ ബാങ്ക് എന്ന നിലയിൽ അത് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ സാമ്പത്തിക പിന്തുണ പ്രധാനപ്പെട്ടതാണ്. അതിന് സഹകരണ പ്രസ്ഥാനം 17 ബാങ്കുകൾ ഇതുമായി സഹകരിക്കുന്നുണ്ട്. പിന്നെ വിളയ്ക്ക് മാർക്കറ്റ് ഉണ്ടാകും. മാർക്കറ്റിൽ നമ്മളിപ്പോൾ ഗവൺമെന്റ് തറവിലയുണ്ട് പച്ചക്കറികൾക്ക് ഉൾപ്പെടെ. ആ തറവിലയ്ക്ക് താഴെ പോയി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഫ്ലിപ്കാർട്ട് ഉൾപ്പെടെയുള്ള ഏജൻസികളുമായിട്ട് MOU ഉണ്ട്. അവർ ആ വിലയ്ക്ക് അതിന് തൊട്ട് മുകളിൽ അവർ സാധനം എടുക്കും. ഉയർന്ന വിലയാകുമ്പോൾ കർഷകനെ വിൽക്കാം. പിന്നെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ, സഹകരണ ബാങ്കുകൾ. അത് ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ തന്നെ ചോദിച്ചത്, എത്ര പ്രോത്സാഹിപ്പിച്ചാലും ഒരു കർഷകൻ 1-2 തവണ ചിലപ്പം കൃഷി എടുക്കും. പക്ഷെ ആത്യന്തികമായ ലാഭം കിട്ടിയാൽ മാത്രമേ കൃഷിയുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ഇപ്പം ഉത്തരേന്ത്യയിലെ പൊട്ടറ്റോ, ഉരുളക്കിഴങ്ങ് കൃഷി ചെയ്യുന്ന കർഷകന് ചിലപ്പം 10-20 രൂപയൊക്കെ ആയിരിക്കും കിലോ കിട്ടുന്നത്. പക്ഷെ അതേ സാധനമാണ് 50 ഗ്രാം 40 രൂപ 50 രൂപയ്ക്ക് പാക്കറ്റിലാക്കി വിൽക്കുന്നത്. അപ്പോൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ, അങ്ങനെ ചില ഉൽപ്പന്നങ്ങളൊക്കെ. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ട് ഉണ്ട് നമ്മുടെ നബാർഡിന്റെ. ആ ഫണ്ട് യഥാർത്ഥത്തിൽ കേരളത്തിൽ അനുവദിച്ച് പൂർണ്ണമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. ഇവിടെ നമ്മൾ 17 ബാങ്കുകൾ ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ കൂണ് ഇവിടെ അത്ര പരിചിതമായിരുന്നില്ല. കൂണ് കർഷകരെ പ്രോത്സാഹിപ്പിച്ചു. സ്ത്രീകൾ ഉൾപ്പെടെ ഇതിന്റെ ഭാഗമായി വന്നു. അങ്ങനെ കൂണ് കർഷകരുടെ വലിയ കൂട്ടായ്മ ഇതിലേക്ക് കടന്നു വരികയുണ്ടായി. അവര് പുതിയ ഉൽപ്പന്നങ്ങൾ വാല്യൂ അഡീഷനിലേക്ക് എത്തി. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ വിളവെടുക്കാൻ പോയപ്പോൾ ഒരു വീട്ടമ്മ പറഞ്ഞത് 35,000 രൂപ മാസം വരുമാനം കിട്ടുന്നുണ്ട് കൂണിൽ നിന്ന്. അതുപോലെ കുവ, ആരോ റൂട്ടിന്റെ വിവിധ പ്രൊഡക്ഷനുകൾ നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ കപ്പ, കായ, അതിന്റെ വാക്വം പാക്കിങ്ങിലുള്ള നല്ല രീതിയിലുള്ള ഉൽപ്പന്നങ്ങൾ അതിൽ നിന്ന് വരുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഇപ്പോ വേറെ പണ്ട് ആലങ്ങാട് ഒരു നാട്ടുരാജ്യമായിരുന്നു. ആ രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട ഉൽപ്പന്നങ്ങളൊന്നും ശർക്കരയായിരുന്നു. ഉപ്പുരസമില്ലാത്ത ശർക്കരയാണ്.
രാജകുടുംബങ്ങളിൽ വരെ പ്രധാനമായിട്ടും പരിഗണിക്കപ്പെട്ടിരുന്നതാണ്. ചൈനീസ് സഞ്ചാരികളുടെ കുറിപ്പിനകത്തുള്ളതാണ് ഈ ആലങ്ങാട് ശർക്കര. പിന്നെ കരിമ്പ് ഉത്സവ പറമ്പിൽ കാഴ്ചയായിട്ട് മാറി. ഇപ്പൊ നമ്മൾ വീണ്ടും കരിമ്പ് കൃഷി തുടങ്ങി. ആലങ്ങാട് ശർക്കര ഇപ്പൊ വിപണിയിലേക്ക് ഇറങ്ങി. അപ്പൊ അങ്ങനെ എല്ലാ മേഖലയിലും കൊണ്ടുവരാൻ കർഷകർക്ക് ലാഭകരമായിട്ട് വരുമാനം കൂടണം എന്നാണ് പ്രധാനം. അവർ ഇറക്കുന്ന ചെലവിനേക്കാളും വരുമാനം നന്നായിട്ട് ഉണ്ടാകും. ഇതെല്ലാം തന്നെ നമ്മുടെ മണ്ഡലത്തിലുള്ള കർഷകരുടെ ഉൽപ്പന്നങ്ങളാണ് ഇവിടെ എല്ലാം തന്നെ ഉണ്ടായിട്ടുള്ളത്. ഇവരെല്ലാം നമ്മുടെ പരിപാടിയിൽ പങ്കെടുക്കുന്ന കലാകാരന്മാർ കൂടിയാണ്. എല്ലാവരും എല്ലാ ദിവസവും ഇവിടെ പരിപാടികളായിട്ടുണ്ട്. എല്ലാരും പാട്ടുകാരൊക്കെയാണോ അതോ ഇവരെല്ലാം പാട്ട് പാടിയിട്ടാണ് നിൽക്കുന്നത്. വേണമെങ്കിൽ ഒരു പാട്ട് പാടാം. നല്ല പാട്ടുകാരുണ്ട്. എല്ലാ പാട്ടുണ്ടെങ്കിൽ നമുക്ക് മന്ത്രിയുടെ കൂടെ ഒരു പാട്ട് കൂടി പാടാം. ഒരു പാട്ട് ഒരു ഓണം പാട്ട് പാടാം. ന്യൂസ് 18 വേണ്ടി ഒരു പാട്ട് പാടാം. നമുക്കൊരു പാട്ട് പാടാം. ആരോഗ്യം നിന്നു വാർമുടി കട്ടുമ്പോഴേ ആടിക്കളിക്കുമ്പോഴേ വാർമുടി കട്ടുമ്പോഴേ അമ്മ തോടൊന്നു വെക്കുമ്പോഴേ താളം പിടിക്കണ അമ്മ പൊൻവലം കാലിനാലേ താളം പിടിക്കണ ആടാട് ആടാട് ആടാടാടാട് ആടമ്മേ ആടമ്മേ കാവിലെ നല്ലമ്മേ ആടാട് ആടാട് ആടാടാടാട് ആടമ്മേ ആടമ്മേ കാവിലെ നല്ലമ്മേ കരിയൊത്തൊരു നെയ്യഴക് കരിനീലമിഴിയഴക് കരിയൊത്തൊരു നെയ്യഴക് നീലമിഴിയഴക് നല്ല മാൻമിഴി ചേലിനാലേ കണ്ണാറും ചാർത്തണട്ടാ അമ്മ ചന്തത്തിൻ ചേലിനാലേ കാവുതെളിയണട്ടാ ആടാട് ആടാട് ആടാടാടാട് ആടമ്മേ ആടമ്മേ കാവിലെ നല്ലമ്മേ ആടാട് ആടാട് ആടാടാടാട് ആടമ്മേ ആടമ്മേ കാവിലെ നല്ലമ്മേ അരപ്പട്ടിൻ ചേലിനാലേ അരട്ടക്കരാവണിയും അരപ്പട്ടിൻ ചേലിനാലേ രട്ടക്കരാവണിയും അമ്മ ചെഞ്ചോര തുണ്ടിനാലേ പുഞ്ചിരി പോകുമ്പോഴേ അമ്മ വാരിപ്പൂ വരുമ്പോഴേ കണ്ണു നിറയണട്ടാ ആടാട് ആടാട് ആടാടാടാട് ആടമ്മേ ആടമ്മേ കാവിലെ നല്ലമ്മേ ഗംഭീരായി. എന്താ നഗര കേന്ദ്രീകൃതമായല്ലോ ഈ മൊത്തം. അവിടെ നിന്ന് നിങ്ങളുടെ ഈ നാടൻ പാട്ടുകളൊക്കെ വീണ്ടെടുക്കാൻ കഴിയുമ്പോൾ എന്താ അതിന്റെ ഒരു ഫീല്? പ്രത്യേകിച്ച് ഈ ഓണത്തിന്റെ കാർഷികോത്സവം എന്ന് പറയുമ്പോഴേ എല്ലായിടും ഷോ മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ നാടൻ പാട്ടുകൾ വരുന്നു, നാടൻ ഉൽപ്പന്നങ്ങളൊക്കെ വരുന്നത്, അത് നിങ്ങൾക്ക് എങ്ങനെയാണ്? ഇന്നലെ വൈകിട്ടുണ്ടായ സംരംഭമാണ് ഇതിന് തുടക്കം കുറിച്ചത്. ഇന്നലെ വൈകിട്ട് ഇവര് ഓരോ വ്യക്തി പറഞ്ഞു ആള് വരുന്നില്ല അങ്ങനെയൊക്കെ വന്നാലും അങ്ങനെ ടീച്ചർ വന്നു പാടി എല്ലാവരും. മലയാളിക്ക് ഇപ്പോൾ ഓണം എന്നൊക്കെ പറയുമ്പോഴും ഒരു നഗരത്തിലെ മാളുകളിലും അത്തരം കാര്യങ്ങൾ, പ്രത്യേകിച്ച് കളമശ്ശേരി എന്നൊക്കെ പറയുന്നത് കേരളം മൊത്തം കാണുന്നത് ഈ ഗ്രാമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു വലിയ നഗരമായിട്ടാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു ഗ്രാമത്തിലെ പോലെ ഒരു ചന്ത ഒക്കെ പോലെ സൃഷ്ടിക്കുക, അവരുടെ ഉൽപ്പന്നങ്ങൾ എത്തിക്കുക, അതിലൂടെ ഈ യഥാർത്ഥത്തിൽ കർഷകരെ കൂടുതൽ പൊതുരംഗത്തെ കൊണ്ടുവരിക, അല്ലെങ്കിൽ അവർക്കൊരു സാമ്പത്തിക മെച്ചമുണ്ടാക്കുക എന്നുള്ളത് കൂടിയാണോ എൻ്റെ ലക്ഷ്യം? അതെ, കർഷകർ നല്ല വരുമാനം. ഇതെന്ന് വെച്ചാൽ ഇവർ എല്ലാ ദിവസവും രാവിലെ തോട്ടത്തിൽ നിന്ന് സംഭരിക്കുമ്പോഴാണ് ഇതെല്ലാം. അത് മിക്കവാറും അന്ന് തന്നെ വിറ്റ് പോകുന്നുണ്ട് അല്ലേ? അത് ആ ദിവസം തന്നെ പൂർണ്ണമായിട്ട് വിറ്റ് പോവുക. ഇത് കൂടാതെ ഇവിടെ ലേലത്തറയുണ്ട്. പഴയ പോലെ വൈകുന്നേരം ലേലം ചെയ്യും. ചേന ഇന്ന് ലേലം ചെയ്ത് ചേനയാന്ന് തോന്നും അല്ലേ? കായുണ്ട്, അതെല്ലാം അവിടെ ലേലം ചെയ്യും. കഴിഞ്ഞ തവണ അത് തുക വയനാടിന് കൊടുത്തില്ല. കഴിഞ്ഞ തവണ വയനാടിന് കൊടുത്തു. എല്ലാം ഇവിടുത്തെ കർഷകരുടേതായ ഉൽപ്പന്നങ്ങളാണ് ഇവിടെ ഉള്ളത്. നല്ല രീതിയിൽ നമുക്കത് വിപണിയിൽ വിഷമില്ലാത്ത സുരക്ഷിതമായ പച്ചക്കറികളെല്ലാം ഇതെല്ലാം. ഞാൻ 20 വിളവെടുപ്പാണ് ഒരു ദിവസം നടത്തിയത്. 20 വിളവെടുപ്പ് രാവിലെ 8 മണി മുതൽ 4 മണി വരെ. ഈ കഴിഞ്ഞ വർഷങ്ങൾ എത്ര ഒരു തരിശു ഭൂമിയിലേക്ക് 1200 ഏക്കർ നമ്മൾ തരിശു ഭൂമി പച്ചക്കറിയിലേക്കും മറ്റു കൃഷിയിലേക്കും കൊണ്ടുപോകും. ഏകദേശം 1000-ഓളം ഏക്കർ നമുക്ക് നെൽകൃഷിയിലേക്ക് കൊണ്ടുവരാനായിട്ട് കഴിയും. നല്ല രീതിയിലുള്ള മാറ്റം ആ മേഖലയ്ക്ക് എത്തും. അതിന് പ്രധാനം നമ്മളൊരു 12 കോടിയോളം ആസ്തി ഫണ്ടും മറ്റെല്ലാം ഉപയോഗിച്ച് തോടുകളെല്ലാം 44 തോടുകൾ, കൈത്തോടുകളെല്ലാം വീണ്ടെടുത്തു. ശരിക്കും നമ്മൾ ഈ 12 കോടി എന്ന് പറഞ്ഞാൽ ഒരു
10-40 വലിയ കെട്ടിടങ്ങൾ വലിയ ബോർഡ് എഴുതി വയ്ക്കാവുന്നതാണ്. ബോർഡിൽ പേര് എഴുതി വയ്ക്കാൻ പറ്റില്ല. പക്ഷെ ഇതെല്ലാം നല്ല. പിന്നെ നമ്മൾ ആദ്യമായ ഒരു മണ്ഡലത്തിൽ സമഗ്രമായ ഭൂഗർഭ ജല വിഭവ ഭൂപടം തയ്യാറാക്കി. തൊഴിലുറപ്പ് പദ്ധതി, ഇറിഗേഷൻ, പഞ്ചായത്ത് എല്ലാവരും ചേർന്നിട്ട് വലിയൊരു ഡോക്യുമെന്റാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ തൊഴിലുറപ്പിന് ചെയ്യാവുന്നത്, ഇറിഗേഷൻ ചെയ്യാവുന്നത്, പെരിയാർ വാലിക്ക് ചെയ്യാവുന്നത്. ഗവൺമെന്റ് ഒറ്റയടിക്ക് ഇത്ര ഫണ്ട് പൂൾ ചെയ്യാൻ പറ്റില്ല. 356 കോടിയുടെയാണ് പദ്ധതി. അത് ഘട്ടം ഘട്ടമായി നമ്മളിപ്പോൾ നടപ്പിലാക്കി. അതിന് കൂടുതൽ ചോദിച്ചോട്ടെ, ഇപ്പൊ യഥാർത്ഥ കേരളത്തിൽ ഈ ജലമലിനീകരണത്തിൽ ഏറ്റവും വലിയൊരു ദുഷ്പേരുണ്ടായിരുന്ന സ്ഥലമാണ് ഏലൂർ. ഇത് ഫാക്ടറിയായിട്ട് ബന്ധപ്പെട്ട് ഒരു സൈഡ് വ്യവസായം മറുഭാഗത്ത് വലിയ ദുരന്തം അനുഭവിക്കേണ്ടി വന്നതാണ്. അപ്പൊ അത് എങ്ങനെയാണ് യഥാർത്ഥത്തിൽ ആ ഒരു നമ്മൾ ഈ വെള്ളം ഒഴുകി പോകാനുള്ള അവസരം ഉണ്ടാക്കിയപ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ കളമശ്ശേരി ഏലൂർ ഒഴിച്ചാൽ ബാക്കി സ്ഥലത്ത് നമുക്ക് കിണറിലെ വെള്ളം തന്നെ ഉപയോഗിക്കാൻ പറ്റേണ്ടതാണ്. പക്ഷേ ഇത് ഈ ഒഴുക്കില്ലാത്തതുകൊണ്ട് ഇതെല്ലാം പായൽ കുറച്ച് ചെയ്യുമ്പോൾ ഈ ജൈവ മാലിന്യം പിന്നെ രാസമാലിന്യം സൾഫറായി അമോണിയായിട്ട് മാറും. പിന്നെ വെള്ളം ഉപയോഗിക്കാം. ഇപ്പം നമ്മൾ ഓപ്പറേഷൻ വാഹിനി എന്നൊരു പദ്ധതി അത് നടപ്പിലാക്കി. എല്ലാ മൺസൂണിന് മുമ്പ് ഒഴുക്ക് വീണ്ടെടുക്കുക. പിന്നെ പ്രത്യേകം തോടുകൾ വീണ്ടെടുക്കാനുള്ള പദ്ധതി. ഏകദേശം എനിക്ക് തോന്നുന്നു തോടുകൾക്ക് തന്നെ 12 കോടി. പിന്നെ ഇടയാറ്റുചാലിൽ കാർഷിക മേഖലയ്ക്ക് വേണ്ടി മാത്രം 4 കോടിയോളം രൂപയുടെ പദ്ധതി നടപ്പിലാക്കി. അതുകൊണ്ട് കർഷകന് നല്ല മാറ്റം അതിനകത്ത് ഉണ്ടാക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ പറിച്ചാണ്. അപ്പൊ 20 വിളവെടുപ്പ് എന്ന് പറഞ്ഞാൽ രാവിലെ നെല്ല് കൊയ്തു, പിന്നെ പച്ചക്കറി, പൂവ്, മത്സ്യം, പിന്നെ പാല്, പശുകൃഷി. ഇന്നിപ്പോ ഞാൻ അവാർഡ് കൊടുത്ത കുട്ടി അവൻ ഇത്രേ ഉള്ളൂ. അവൻ നന്നായിട്ട് പശുവിനെ കറക്കാണ്. വർഷം എന്നാണ്ട് പേര്. അപ്പൊ അങ്ങനെ ക്ഷീര കർഷകൻ, പിന്നെ കൂണ്, കൂവ, എല്ലാ കൃഷിയും ഇപ്പൊ നമ്മുടെ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ട്. വലിയ മുതൽ മുടക്കില്ലാതെ കൃഷി ചെയ്യാൻ പറ്റും. അതെ. ഇപ്പൊ കപ്പ നല്ല കപ്പയാണ്. ചേന ഞാൻ അന്ന് വിളവെടുപ്പിനെടുത്ത് 22 കിലോ ഉണ്ട്. ആ ചേന നമ്മൾ പറിച്ചെടുത്ത്. ഇത് ഖാദി നമ്മുടെ ഇതാണ്. ഖാദി ഇപ്പൊ നമ്മൾ പുതിയ ഡിസൈനുകൾ ഇറക്കി തുടങ്ങിയിട്ടുണ്ട്. ചിലർ ചെറുപ്പക്കാരായ കോൺഗ്രസ്സുകാരൊന്ന് ഖാദി ധരിക്കുന്ന പുതിയ ഡിസൈൻ ഖാദി പുതിയ രീതിയിൽ വന്നിട്ടുണ്ട്. ഉറക്കത്തിലുള്ള മാവേലിയെ വിളിച്ചെണിപ്പിക്കാവുന്ന പരിപാടിയാണ് ഇതിനകത്തുള്ളത്. കുട്ടികൾക്ക് വളരെ ആകർഷകമായിട്ടുള്ളതാണ്. വിളിച്ചോ? ഇത് നമ്മുടെ കുന്നുകര ബാങ്കിന്റെയാണ്. ഇവരുടെ പുതിയ പ്രൊഡക്റ്റ് ആണ്. ഇത് വാക്വം പാക്കിംഗ് ആണ്. കുന്നുകര ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാർഷിക ഗ്രാമമാണ് കുന്നുകര എന്നുള്ളത്. അപ്പൊ അവരുടെ ബനാന ചിപ്സ് ആണ്. ഇത് പഴുത്ത ചക്കയുടെയാണ്. പഴുത്ത ചക്ക ചിപ്സ്, അതിന്റെ പാക്കിംഗ്. ഇത് കൂടാതെ ഇപ്പൊ പൈനാപ്പിൾ ചിപ്സ് നമ്മൾ ഇറക്കി തുടങ്ങിയിട്ടുണ്ട്. പൈനാപ്പിൾ ചിപ്സ് നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ അതോ വേറെ ഉണ്ടോ? അല്ല, നിങ്ങളുടെ മാത്രമായിട്ടുള്ളതാണോ അതോ? കുന്നുകര ബാങ്കിന്റെയാണ് ഇതെല്ലാം. നമ്മുടെ നബാർഡിന്റെ പിന്തുണയോടുകൂടി കൃഷിക്കൊപ്പം കളമശ്ശേരിയുടെ ഭാഗമായിട്ട് വരുന്നതാണ്. ഇത് പറഞ്ഞിട്ടാ മതി. ഇതെവിടെ നിന്ന് കിട്ടിയെങ്കിൽ അവിടെ നിന്ന് തന്നെ ഇന്ന് സമ്മാനം തന്നില്ല എന്ന് പറയുന്നത്. ഇത് നമ്മുടെ വെളിയത്തനാട് ബാങ്കിന്റെ ആണ്. ഇവരാണ് കൂണ്. അപ്പൊ ഞാനന്ന് കൂണ് വിളവെടുത്തപ്പോ നമ്മുടെ ചേച്ചി പറഞ്ഞത് 35,000 രൂപ വരുമാനം ഉണ്ടെന്നാണ് ഒരു മാസം. ഇത് ഏറ്റവും നല്ല ക്വാളിറ്റി അതാ ദിവസം തന്നെ വിപണിയിലേക്ക് വരും. അത് കഴിഞ്ഞിട്ടുള്ളതെല്ലാം തന്നെ പ്രൊഡക്റ്റുകളായിട്ട് ഇവര് ഇറക്കും. പാൻ കേക്ക് മിക്സ്, ഇത് സ്മൂത്തി, ഇത് പൊട്ടുപൊടി, എന്താ ദോശ മിക്സ്. ഇത് എങ്ങനെ നമ്മള് വിപണി എങ്ങനെ നിങ്ങളെ കണ്ടെത്തുവാണോ അതോ? വിപണി ഇപ്പോ ഇതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ നമ്മള് ഫ്ലിപ്കാർട്ടായിട്ട് MOU ഉണ്ട്. ഈ പ്രൊഡക്റ്റ് അവർ വഴി കൊടുക്കാം. ഇപ്പൊ നമ്മൾ പുതിയൊരു വാഹനം വരുന്നുണ്ട്. അത് ഫാം ടു കിച്ചൺ, കൃഷിയിടത്തു നിന്ന് അടുക്കളയിലേക്ക് ഒരു AC വാഹനം. അതിൽ പച്ചക്കറി ഉണ്ടാവും. ഇതുപോലെ നമ്മുടെ ഉൽപ്പന്നങ്ങളെല്ലാം ഉണ്ടായിരിക്കും. ഇവർക്ക് നല്ല രീതിയിൽ തന്നെ മാർക്കറ്റ് പോകുന്നുണ്ട്. പായസം ഉണ്ട്. ഇതുകൂടാതെ പിക്കിൾ, കോഫി പൗഡർ ഉണ്ടായില്ല മോളെ. ഇത് കോഫി കോഫി നല്ല രീതിയിൽ ഇവരുടെ ഉൽപ്പന്നങ്ങളെല്ലാം പോകുന്നുണ്ട്. ഇത് പിന്നെ മാഞ്ഞാലി, ഇവരാണ് ഫസ്റ്റ് തുടങ്ങിയത്. ഇത് കൂവ നല്ല രീതിയിൽ
കൃഷി. ഇപ്പൊ നമ്മുടെ ഒരു കസ്റ്റംസ് സൂപ്രണ്ടായിരുന്ന ആള് റിട്ടയർ ചെയ്തിട്ട് അദ്ദേഹം കൂവകൃഷി തുടങ്ങി പറഞ്ഞത് 50,000 മുടക്കി 1 ലക്ഷം രൂപ കിട്ടി. അപ്പൊ നേരെ ഇരട്ടി വരുമാനം. ഇതിലൊരു 5 മാസം അല്ലേ കൂവയ്ക്ക്? 8 മാസമാണ് വരുന്നത്. ഇത് മഞ്ഞാലി കൂവ എന്നിട്ട് ഇപ്പൊ നമ്മള് ജോഗ്രഫിക്കൽ ഇതിനു വേണ്ടി നോക്കുന്നുണ്ട്. ഇത് പലതരത്തിലുള്ള പൗഡർ ഉണ്ട്. ഇത് പുതിയത് ഇപ്പോ മധുരക്കിഴങ്ങില്ലേ പഴയ മധുരക്കിഴങ്ങ് പണ്ട് ഇത് നല്ലൊരു വിപണിയായിരുന്നു. ഇപ്പൊ ഷുഗറിനൊക്കെ നല്ലതാണെന്നാണ് പറയുന്നത്. ഇപ്പൊ നമ്മളതിന്റെ പൗഡർ പൗഡർ ഇപ്പൊ വിപണിയിലേക്ക് ഇറക്കിയിട്ടുണ്ട്. ഇത് പിന്നെ റോബസ്റ്റ പഴം ഉണ്ടല്ലോ, അതിന്റെ തന്നെ ഉണക്കിയ റോബസ്റ്റ. പെട്ടെന്ന് ഇത് റോബസ്റ്റ ചീത്തയാവുമല്ലോ, അപ്പൊ ഉണക്കിയ റോബസ്റ്റ ഉപയോഗിക്കുന്ന അങ്ങനെ ഉപയോഗിക്കാം. അതെ. ഇതാണ് ഞാൻ പറഞ്ഞ നേരത്തെ ജാഗിരി ഇറക്കി എന്ന് പറഞ്ഞു ശർക്കര. ഇത് ആലങ്ങാട് ശർക്കര. ഇപ്പൊ കരിമ്പ് കൃഷി തുടങ്ങി ആലങ്ങാട് ബാങ്കിന്റെ നേതൃത്വത്തിൽ ശർക്കരയിലേക്ക് എത്തി. ഈ ശർക്കരയുടെ തന്നെ പൗഡർ ഉണ്ട് ജാഗിരി. നല്ല ഇത് വളരെ ഉപ്പുരസം ഇല്ലാത്തതാണ്. ചൈനീസ് സഞ്ചാരികളുടെ കുറിപ്പുകൾ വരെ ആലങ്ങാട് ശർക്കരയുണ്ട്. അത്ര 10-40 വർഷമായിട്ട് ഇല്ലാതായി. വീണ്ടും നമ്മൾ ഇതിന്റെ ഭാഗമായി 40 വർഷത്തിന് ശേഷമാണ് കരിമ്പ് കൃഷി വന്നു. ഇതിന്റെ രീതി ചെയ്യാൻ അറിയുന്ന ആളുകൾ ഉണ്ടായിരുന്നു. അത് ട്രെയിനിങ് കൊടുത്തു. KVKയുടെ വിത്തെടുത്തു, അങ്ങനെ അവരുടെ ട്രെയിനിങ് കൊടുത്തു. അതിന്റെ ഭാഗമായിട്ട് ഇതൊരു വലിയ ശർക്കര ഉണ്ടാകുന്ന ചെറിയൊരു ഫാക്ടറി തുടങ്ങി. ഇത് നമ്മുടെ കരുമാലൂർ സർവീസ് സഹകരണ ബാങ്ക്. ഇവർ പൊടികളാണ്, എല്ലാ തരത്തിലുള്ള പൊടികളും പിന്നെ നമ്മുടെ ചിപ്സും അതെ നമ്മുടെ 5 എണ്ണം അതാ പ്രധാനപ്പെട്ട 5 എണ്ണം അതാണ്. ഇത് നമ്മുടെ ഈ FPO എന്ന മട്ടിൽ ഇതിന്റെ ഭാഗമായി തന്നെ ഉള്ളതാണ്. നെടുമ്പാശ്ശേരി ആലുവ മേഖലയിൽ ഒരു ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് ഓർഗനൈസേഷൻ ആയിട്ട് ഇതിന്റെ ഭാഗമായി തന്നെ പൊടികളുണ്ട്, വെളിച്ചെണ്ണ. ഇപ്പൊ യഥാർത്ഥത്തില് ചെറുപ്പകാലത്തിലൊരു ഓണം, അപ്പൊ അത് കഴിഞ്ഞിട്ട് കേരളത്തിന്റെ വേറെ രീതിയിലേക്ക് കേരളം പോകുന്നു. ഇപ്പൊ യഥാർത്ഥത്തിൽ അത് അത്തരം ഒരു ഇത് കൂടി പിടിച്ചെടുക്കുക, അത് സാമ്പത്തികമായി നിലനിർത്തിക്കൊണ്ട് തന്നെ കേരളത്തിന്റെ ഒരു തനിമ പിടിച്ചെടുക്കുക. അങ്ങനെയാണോ, എന്താണ് അത്? അതെ, ഓണത്തിന്റെ ദിവസം പണ്ട് ഓണം പഞ്ഞക്കർക്കിടം കഴിഞ്ഞിട്ട് ചിങ്ങമാസം വരും. ദാരിദ്ര്യം കഴിഞ്ഞ് സമൃദ്ധിയിലേക്കുള്ള കൃഷിയിലേക്ക് ഇറങ്ങുന്നു, വരുമാനം കൂടുന്നു, കാലാവസ്ഥ മാറുന്നു. ഇപ്പൊ പിന്നെ എല്ലാ മാസവും വലിയ സമൃദ്ധിയുടെ മാസങ്ങൾ തന്നെയാണ്. എല്ലാവർക്കും വരുമാനമുണ്ട്, ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നു. പക്ഷേ ഈ സമത്വം, നേരത്തെ കിരൺ പറഞ്ഞ പോലെ അസമത്വം കൂടിക്കൊണ്ടിരിക്കുന്നു രാജ്യത്താണ്. അതൊരു എത്ര ചവിട്ടി താഴ്ത്തിയാലും ഉയർത്തെഴുന്നേൽക്കുന്നതാണ് സമത്വത്തിന്റെ ദർശനം. അതാണ് മഹാബലി ഉയർത്തെഴുന്നേറ്റ് വരുന്നത്. അപ്പോൾ ആ ഉയർത്തെഴുന്നേറ്റ് വരുന്ന മഹാബലി ഒരു പ്രതീകമാണ്. അതെല്ലാവരും ഒരേപോലെയുള്ള കാലം വരുമെന്ന പ്രതീക്ഷ നൽകുന്നു. അപ്പോൾ ആ പ്രതീക്ഷ ഒരു ആഹ്ലാദത്തിൻ്റെതാണ്. അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഓണത്തിനോടൊപ്പം നമ്മൾ ഈ കൃഷിക്കൊപ്പം കളമശ്ശേരിയുടെ മഹോത്സവം നടത്തുന്നത്. ആദ്യത്തെ ഉദ്ഘാടനം ചെയ്ത മമ്മൂട്ടിയായിരുന്നു. കഴിഞ്ഞ തവണ KS ചിത്ര, ഇത്തവണ പൃഥ്വിരാജ്, പിന്നെ സമാപനത്തിൽ ജയറാമാണ്. ജയറാം 3 തവണ മികച്ച ക്ഷീരകർഷകനുള്ള അവാർഡ് കിട്ടിയതാണ്. ഇവിടെ വരെ അദ്ദേഹത്തിന്റെ ഫാമിലുള്ള പാലുകൾ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ അദ്ദേഹവും പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ കർഷകരുടെ ഒരു ആഘോഷം, കർഷകർ അംഗീകരിക്കപ്പെടും. ബാക്കി എല്ലായിടത്തും ഉള്ളതിന് വ്യത്യസ്തമായി കർഷകർക്കുള്ളൊരു അംഗീകാരം, അവർക്കുള്ള അവാർഡുകൾ, പുരസ്കാരം നൽകൽ എല്ലാം ഇതിന്റെ ഭാഗമായിരുന്നു. യഥാർത്ഥത്തില് ഓണം ആഘോഷിക്കുക, മാവേലി വരുന്നു എന്നൊക്കെയുള്ള നമ്മുടെ സങ്കല്പം. കേരളത്തിൽ യഥാർത്ഥത്തിൽ ചെറുപ്പക്കാർ കൂടുതൽ ആളുകളൊക്കെ ഇപ്പം മറ്റു രാജ്യങ്ങളിലേക്ക് പോകുന്നു. നേരത്തെയൊക്കെ പോയാലും കേരളത്തിലേക്ക് തന്നെയായിരുന്നു അവരുടെ വരുമാനത്തിന്റെ അവർ മടങ്ങി വരുമായിരുന്നു. പണം ഉണ്ടാക്കുക അല്ലെങ്കിൽ ജീവിക്കാനുള്ള വഴി കണ്ടെത്താൻ മടങ്ങി വരുന്നത്. ഇപ്പോൾ പുതിയ കാലത്ത് യഥാർത്ഥത്തിൽ കേരള കുട്ടികൾ തന്നെ ഒരു ഡിഗ്രിയൊക്കെ ആകുമ്പോൾ തന്നെ മറ്റു രാജ്യങ്ങളിലേക്ക് അവരുടെ തന്നെ ജീവിതം പറിച്ചു നടക്കുകയാണ്. പിന്നെ ഒരു ഇവിടെ വല്ലപ്പോഴും ടൂറിസ്റ്റ് ആയിട്ട് കേന്ദ്രമായിട്ടൊക്കെ വരുന്ന ഒരു സ്ഥലം പോലെ മാറിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ആ കുട്ടികളെയൊക്കെ നമ്മുടെ ഇതിൽ പിടിച്ചു നിർത്താൻ നമ്മുടെ ട്രെയിനാണല്ലോ പോകുന്നത്. അപ്പൊ അതിന് ഒരു പരിധി വരെ കഴിയും. എന്തായാലും ഒഴുക്കൊന്നും തടയാനോ അങ്ങനെ ആ തരത്തിലേക്കൊന്നും കഴിയില്ല. പക്ഷെ അതിന് എന്തെല്ലാമാണ് ഈ ഇതിനകത്ത് തന്നെ ഇപ്പോൾ റിവേഴ്സ് മൈഗ്രേഷൻ ഇപ്പോൾ ഉണ്ട്. ഞാനിപ്പോൾ IT കമ്പനികൾ, IBM അല്ലെങ്കിൽ ഇവിടെ തന്നെ ഉദ്ഘാടനം 10-30% ആളുകൾ പുറത്തുനിന്ന് തിരിച്ചു വരുന്നവരുണ്ട്. ഇന്നലെ ഞാൻ ഉദ്ഘാടനം ചെയ്ത വലിയൊരു സംരംഭമുണ്ട്. ലണ്ടനിൽ 25 വർഷമുള്ള ആള് തിരിച്ചു വന്നിരിക്കുക. കൗതുകകരമായ കാര്യം, കഴിഞ്ഞ ദിവസം കൂണ് കൃഷി കുന്നുകര പഞ്ചായത്തിൽ അവിടെ വിളവെടുക്കാൻ പോയി. അപ്പോൾ അവര് ബഹറിൽ നേഴ്സായിരുന്നവരാണ്, തിരിച്ചു വന്നിട്ട് തുടങ്ങിയേക്കാം. അവർ ഭർത്താവ് സൗദിയിലാണ്. അപ്പോൾ അവിടെ വെച്ച് വീഡിയോ കോളിൽ അദ്ദേഹമായിട്ട് സംസാരിച്ചു. അപ്പോൾ ഉള്ളൊരു ഞാനും തിരിച്ചു വരാൻ പോവാണ്, ഇപ്പോൾ നല്ല വരുമാനമുണ്ട്. അവർ കുറച്ച് മോഡേൺ ആയിട്ടാണ്. അപ്പോൾ അതിന്റെ വാല്യൂ അഡീഷൻ പ്രൊഡക്റ്റിന് വേണ്ടി ഞാനും തിരിച്ചു വരാൻ പോവാണ്. അപ്പോൾ ഒന്ന് ലോക സാഹചര്യം മാറാണ്. ഒരു രാജ്യത്തും എത്ര കാലം നിൽക്കാൻ പറ്റുമെന്ന് ആർക്കും ഉറപ്പില്ല. അപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ എങ്ങനെ കഴിയും? ഇപ്പോൾ ആധുനിക രീതിയിൽ കൃഷി ചെയ്യുന്ന ഫാമുകൾ ഇവിടെ ഉണ്ട്. നല്ല രീതിയിൽ പശുക്കളെ വളർത്തുന്നു, 1000 കണക്കിന് ലിറ്റർ പാലെടുക്കുന്ന ഫാമുകൾ വരെയുണ്ട്.
അപ്പോൾ കർഷകന് നല്ല വരുമാനം ഉണ്ടാക്കാൻ കഴിയില്ല. 50,000 രൂപയൊക്കെ കൂടുതൽ തന്നെ വരുമാനം കിട്ടുന്ന വീട്ടമ്മമാരും ഇവിടെ ഉണ്ട്. ഇതുവരെ ഇല്ലാത്തതാണ്. അപ്പോൾ അവർക്ക് ശാക്തീകരണം വരുന്നു. അപ്പം അങ്ങനെയുള്ള ഭാഗം ഇപ്പോൾ നമ്മൾ കുന്നുകരയിൽ ഒരു വലിയ ഫുഡ് പ്രോസസ്സിംഗ് പാർക്ക് ആരംഭിക്കുക. ഇൻഫ്രാഡ് 37 ഏക്കർ ലുലുവിൻ്റെ ഒരു ഫുഡ് പ്രോസസ്സിംഗ് പാർക്ക് ഇവിടെ വരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അതുമായി ബന്ധപ്പെട്ട തൊഴിലും വരും. നമ്മുടെ ചെറുപ്പക്കാർക്ക് പറ്റുന്ന തൊഴിലവസരങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാക്കാനായിട്ടുള്ള ശ്രമമാണ് എല്ലാ തലങ്ങളിലും ഞങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ലെ, ഈ വ്യവസായവും കൃഷിയും കൂടെ ഒരുമിച്ച് ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് പറയാം, വകുപ്പ് കൈകാര്യം ചെയ്യുന്നുള്ളതല്ല, അത് താല്പര്യം കാണിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ കേരളത്തിൽ ഉയർന്ന കൂലി ഉള്ളത് മലയാളിയെ സംബന്ധിച്ചല്ല. ഇതിലും ഉയർന്ന കൂലി തേടിയാണ് നമ്മൾ മറ്റു രാജ്യങ്ങളിലേക്ക് പോകുന്നത്. അടിസ്ഥാനപരമായി അത് തന്നെയാണല്ലോ ലക്ഷ്യം. മറ്റെന്തെല്ലാം പറഞ്ഞാൽ മെച്ചപ്പെട്ട ജീവിത സൗകര്യം നമുക്ക് കിട്ടും എന്നുള്ളതുകൊണ്ടാണ് ഈ എല്ലാവർക്കും നാട് നിൽക്കണം തന്നെ ആയിരിക്കും. അത് യഥാർത്ഥത്തിൽ ആ കൂലി നമുക്ക് ഒരിക്കലും കുറയ്ക്കാൻ കഴിയുന്നതല്ല. അത് കൂലി കൂടിയാൽ കിട്ടണമെന്ന് മലയാളിക്ക് ആവശ്യമാണ്. അപ്പൊ അതിനെ എങ്ങനെയാണ് നമ്മൾ തരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്? ലാഭകരമാണ്. കൂലി കൂടുക കുറയ്ക്കാൻ പറ്റില്ല. പ്രൊഡക്ടിവിറ്റി കൂട്ടുക, അതാണ് പ്രൊഡക്ഷൻ കൂട്ടുക. പിന്നെ പണ്ട് ഇപ്പോൾ കൃഷിപ്പണിയിലും പുറത്തും മൈഗ്രന്റ് ലേബർ കുറെ വരുന്നുണ്ട്. നമുക്ക് അങ്ങനെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. ഇപ്പം നമ്മളിവിടെ ഡ്രോൺ ഉപയോഗിച്ചിട്ടുള്ള സുരക്ഷിതമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതുപോലെ ഉഴാനായിട്ട് മെഷീനുകൾ ഉപയോഗിക്കുന്നു, മറ്റു കാര്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഒരു പ്രശ്നം വന്നത്, ഞാൻ ക്ഷീര കർഷക സംഘമുണ്ടായി. അവർക്ക് ചെറിയൊരു ആവശ്യമുള്ളൂ. ചാണകം ഒഴുകുമ്പോൾ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ പരാതി വരും. അതിനൊരു പുതിയൊരു വണ്ടിയുണ്ട്. നമ്മൾ ചാണകം അവിടെ സക്ക് ചെയ്തെടുക്കും, എന്നിട്ട് ഡ്രൈ ചെയ്ത് പൊടിക്കും. അപ്പോൾ ഒരു വണ്ടി മതി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഓട്ടോമേഷൻ പല രീതിയിലുള്ള യന്ത്രവൽക്കരണം ആവശ്യമായിട്ട് വരും. ഓൺലൈനിൽ വിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് ചെയ്യുന്നത് എങ്ങനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള സാധ്യതകൾ ഉപയോഗപ്പെടുത്തി നമുക്ക് കുറെ കൂടി വാല്യൂ അഡീഷനിലേക്ക് എത്തിക്കുക. ചെറുപ്പക്കാർക്ക് തന്നെ ഇപ്പോൾ ഫാമിങ്ങിൽ തന്നെ ഹൈടെക് ഫാമിംഗ് ശക്തിപ്പെടുന്നുണ്ട്. അപ്പോൾ പോളി ഹൗസ് ഫാമിംഗ് ഉണ്ട്. ഇവിടെ തന്നെ ചെറിയ മൈക്രോ ചെടികൾ കാണാൻ കഴിയും, പച്ചയ്ക്ക് കഴിക്കാൻ പറ്റുന്നത്. അങ്ങനെയുള്ള എല്ലാ ഉൽപ്പന്നങ്ങളും നമുക്ക് ഇവിടെ കാണാൻ കഴിയും. ഇതിപ്പോ 3 വർഷമായിട്ട് ഇവിടെ നടത്തുന്നു. ശേഷമാണ് എനിക്ക് തോന്നുന്നു ഈ ആശയം കൊണ്ടുവന്നത്. ഞാൻ സെക്രട്ടറി ആയിരിക്കുമ്പോൾ ഈ പാർട്ടി എന്ന് മുഖ്യമന്ത്രി തന്നെ, ഇപ്പോഴത്തെ മുഖ്യമന്ത്രി സെക്രട്ടറി ആയിരിക്കുമ്പോഴാണ് സമയം ഒരു കൃഷി ആയിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ എറണാകുളം ജില്ലയിൽ ജൈവ ജീവിതം എന്നൊരു പദ്ധതി തുടങ്ങിയിട്ടുണ്ട്. അത് നല്ല രീതിയിൽ മട്ടുപ്പാവിൽ കൃഷി, ഫ്ലാറ്റുകളിൽ കൃഷി, അതെല്ലാം വ്യാപിപ്പിക്കാനായിട്ട് തുടങ്ങി. അതിന്റെ ശരിക്കും ഒരു വികസിത തുടർച്ചയാണ്. അന്ന് വന്ന് നമുക്ക് കുറെ ആളുകൾ കിട്ടിയിരുന്നു. നമ്മുടേതല്ലാത്തൊരു സംഘം നമ്മുടെ കൂടെ നിന്നുണ്ടായിരുന്നു. അവരെ കൂടി ഉപയോഗിച്ചിട്ടാണ് പിന്നെ ഇത് മുന്നോട്ട് കൊണ്ടുപോയത്. അതെ അതെ, തുടരുമെന്നുള്ളതാണല്ലോ പൊതുവെയുള്ള നമ്മുടെ എല്ലാം കാഴ്ചപ്പാട്. ഒപ്പം നമ്മുടെ ഉദ്ഘാടന വേദിയിലുള്ള സന്തോഷകരമായ ഒരു കാര്യം എന്നുള്ളത് 2 സ്നേഹ വീടുകൾക്ക് താക്കോൽ കൊടുക്കും. നമ്മളിപ്പോൾ ഈ മണ്ഡലത്തിൽ നടപ്പിലാക്കിയിരുന്ന ഒരു പദ്ധതിയാണ് വിധവകളും പെൺകുട്ടികളുടെ അമ്മമാരായവർക്കുള്ള വീട് കൊടുക്കുക എന്നുള്ളത്. ആ സ്ഥലമുണ്ട്. അതിപ്പോൾ 17 വീട് നമ്മൾ കണ്ടിട്ടു. 8ാമത്തെ 9ാമത്തെ വീടിന് താക്കോലാണ് കൊടുക്കുന്നത്. യഥാർത്ഥത്തിൽ ഞങ്ങൾ ഇവിടെ ജില്ലാ സെക്രട്ടറി ആയിരിക്കും DYFIയുടെ അഖിലേന്ത്യാ സമ്മേളനം നടന്നു, 10ാം സമ്മേളനം. അന്നാണ് ആദ്യമായിട്ടൊരു സംഘടന സമ്മേളനത്തിന്റെ ഭാഗമായി വീട് കൊടുക്കുക. 10 വീട്, 14 വീട് ഒരു കൊടുക്കും. പിന്നെ അടുത്ത റൗണ്ട് 22ാം പാർട്ടി കോൺഗ്രസ് വന്നപ്പോൾ തൃശ്ശൂരാ കോൺഗ്രസ് നമ്മളിവിടെ എല്ലാ ഏരിയ സമ്മേളനങ്ങളും ഒരു വീട്. അതാണ് പിന്നീട് സ്റ്റേറ്റിൽ തന്നെ എല്ലാ ലോക്കലിൻ്റെ ഒരു വീട് എന്നതിലേക്ക് എത്തിയത്. ഇവിടെ നമ്മൾ സ്നേഹ വീട് എന്നൊരു പദ്ധതി ഇപ്പോൾ നടപ്പിലാക്കി. ഒപ്പം എന്നുള്ളതാണ് ഇവിടുത്തെ ടാഗിന്. നമ്മളിപ്പോൾ ഒപ്പം മെഡിക്കൽ ക്യാമ്പുണ്ട്. ഏകദേശം ഒരു 30,000-ഓളം ആളുകൾ 3-4 വർഷമായി ക്യാമ്പിൽ വന്നു. സൗജന്യ ശസ്ത്രക്രിയകൾ, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അതിൽ വിദ്യാർത്ഥികൾക്കൊപ്പം പ്രഭാത വർഷം ഇവിടെ സൗജന്യമാണ് എല്ലാ സ്കൂളിലും. ഇത് കൂടാതെ ഇപ്പോൾ ശുദ്ധജലം, റിവേഴ്സ് ഓസ്മോസിസ് പ്ലാന്റ് 3 കോടിയുടെ പദ്ധതിയാണ് കുഞ്ഞുങ്ങൾക്കുള്ളത്. പിന്നെ ചെറുപ്പത്തിനൊപ്പം, യുവതയ്ക്കൊപ്പം അവർ 2 കാര്യമുണ്ട്. ഒന്ന് ലഹരിക്കെതിരെ കായിക മേഖലയെ പ്രോത്സാഹിപ്പിക്കുക, 165 ക്ലബ്ബുകളെ ഏകോപിപ്പിക്കുക. അതോടൊപ്പം തന്നെ നമ്മൾ സ്കില്ലിംഗ് കളമശ്ശേരി യൂത്ത് അവരൊപ്പം വെച്ചിട്ട് ഇപ്പോൾ വയോജനങ്ങൾക്കൊപ്പം തുടങ്ങിയിട്ട് വയോജന സൗഹൃദമാക്കുക. അതിൽ പ്രധാനപ്പെട്ട പദ്ധതിയായിട്ടാണ് കൃഷിക്കൊപ്പം. അല്ല, ഞാൻ വേറെ ഒരെണ്ണം ചോദിച്ചത്, എന്തായാലും ഓണം സാധാരണ ഇതിൽ ആളുകൾക്ക് വീട്ടിലൊക്കെ ആഘോഷിക്കണം, വീട്ടുകാരുമായിട്ട് എല്ലാം ചേർന്നിരിക്കണമെന്നുണ്ട്. ഈ മുമ്പുണ്ടായിരുന്ന ഓണം, മന്ത്രി ആയ ശേഷമുള്ള ഓണം എങ്ങനെയാണ്? അതിപ്പോൾ കുറച്ച് പാടാണ്. കാരണം ഇപ്പൊ രാവിലെ 9 മണിക്ക് സിംബാബ്വെ കോക്കോണിക്സ് ആയിട്ടുള്ള ഇവിടെ അവരുടെ ചർച്ച തുടങ്ങിയപ്പോൾ തിരിച്ചു വീട്ടിൽ പോയിട്ടില്ല. അപ്പോൾ ഓണസമയത്ത് കുറച്ച് പാടാണ്. പിന്നെ ഇവിടെ തൃക്കാക്കര ആയതുകൊണ്ട് എല്ലാ വർഷവും ഓണത്തിന്റെ സദ്യ അവിടെ തുടങ്ങും. പിന്നെ അമ്മയുടെ അടുത്ത് സദ്യ ഉണ്ട്, വീട്ടിലുണ്ടണം. അപ്പോൾ അതെല്ലാം കൂടി പിന്നെ എല്ലാവരും ഇത് മനസ്സിലാക്കുന്നതാണ്. എല്ലാവർക്കും ഒപ്പാണല്ലോ ഇപ്പോഴത്തെ ഓണം. അപ്പോൾ ജനങ്ങളിങ്ങനെ ഒഴുകി വന്നുകൊണ്ടിരിക്കുകയല്ലേ. ഈ ഓണത്തിന് യഥാർത്ഥത്തിൽ മഹാബലി എന്ന് പറഞ്ഞ ഒരു സങ്കല്പം, ആ സങ്കല്പം എങ്ങനെയായിരിക്കും ഭരിക്കണം എന്നുള്ള ഒരു സങ്കല്പം കൂടിയാണല്ലോ. അതാണ് അതിന്റെ ഒരു ശക്തി എന്ന് പറയുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ പുതിയ കാലത്ത് അത് രാഷ്ട്രീയക്കാരാണ് അത്തരം ഭരണാധികാരികളെ വരുന്നത്. പക്ഷെ നമ്മുടെ രാഷ്ട്രീയത്തിൽ നിന്ന് വരുന്നത് ധാർമ്മികമായി ബന്ധപ്പെട്ടത് അല്ലാതെയൊക്കെയുള്ള പൊതു രാഷ്ട്രീയത്തിൽ നിന്ന് ഉയരുന്നതൊക്കെ
അത്തരം ചില കാര്യങ്ങൾ കൂടിയാണ്. ഇവൻ വാർത്തകളായി ഓണക്കാലത്ത് പോലും വാർത്തകളായി ഞങ്ങൾക്ക് നൽകേണ്ടി വരുന്നതും അതെ, അത്തരം വാർത്തകളാണ്. ദുഃഖകരമായാണ്. കേരളത്തിൽ ഒരിക്കലും കേൾക്കാത്ത പല കാര്യങ്ങളാണ് ഈ ഓണക്കാലത്തിന് മുമ്പായി കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്തായിരിക്കും അതിനൊരു കാരണം? അതിപ്പോ പൊതുവെ വന്നിട്ടാകുമ്പോഴത്തേക്കും പെട്ടെന്ന് ഇത്തരത്തിലുള്ള ഒരു വളർത്തിക്കൊണ്ടുവരുന്ന അതിന് കുറ്റവാളികളാകുന്നതിനേക്കാൾ അവർക്ക് എല്ലാ സംരക്ഷണവും ചേർത്ത് പിടിച്ച് നൽകുന്നവരാണ് കൂടുതൽ ഇത്തരം സാഹചര്യം സൃഷ്ടിക്കുന്നത്. അങ്ങനെ ഒരു പുതിയ സംസ്കാരം ചില പാർട്ടികൾക്കകത്ത് ഉയർന്നു വന്നിട്ടുണ്ട്. ഒരു പരസ്പര ബഹുമാനത്തിന്റെ ധാർമ്മികതയുടെ അങ്ങനെ ഒന്നുമില്ലാത്ത രൂപത്തിലുള്ള ഒരു പുതിയ രീതി വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെല്ലാം മറികടക്കാൻ കേരളത്തിന് കഴിയും. നല്ല രാഷ്ട്രീയം തന്നെ മുൻനിർത്തിക്കൊണ്ട് സമത്വ ദർശനത്തിന് കുറെ കൂടി കരുത്തോടുകൂടി മുന്നോട്ട് പോകാവുന്ന പ്രതീക്ഷ ഈ ഓണം നൽകുന്നു. ഓക്കെ. ഹാപ്പി ഓണം.